ഹായ് ഡിയേഴ്സ്, ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ ചാപ്റ്റർ, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേനയും പേപ്പറൊക്കെ എടുത്ത് റെഡി ആവുക. നമ്മൾ പഴയ ചോദ്യങ്ങളാണ് ചെയ്തു പോകുന്നത്. അതിനു മുമ്പ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്തായിരുന്നു സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയാം അല്ലേ? അതായത് ഒരു ബോഡിയുടെ പൊസിഷൻ ടൈമിനെയും ചുറ്റുപാടുകളെയും അപേക്ഷിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് ഇൻ മോഷൻ അല്ലേ? ഇഫ് ദ പൊസിഷൻ ഓഫ് എ ബോഡി continuously changes with respect to time and surrounding, we can say that the body is in motion. Clear? അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണെന്ന് നമുക്കറിഞ്ഞു. ഇതുപോലെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് പൊസിഷൻ മാറുന്നില്ലെങ്കിൽ നമ്മളതിനെ റെസ്റ്റ് എന്നാണ് പറയുക അല്ലേ? ഇഫ് ദ പൊസിഷൻ ഓഫ് എ ബോഡി ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സറൗണ്ടിങ്, വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് അറ്റ് എ റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്നൊരു കാര്യമാണ്, ഒരു ബോഡിക്ക് ഒരേ ടൈമിൽ റെസ്റ്റിലും മോഷനിലും ഇരിക്കാൻ പറ്റുമോ? അതായത് ആ ബോഡി ചലിക്കുന്നു അതേപോലെ തന്നെ റെസ്റ്റിലുമാണ് എന്ന് പറയാൻ പറ്റുമോ? ക്യാൻ എ ബോഡി അറ്റ് റെസ്റ്റ് ആസ് വെൽ ആസ് ഇൻ മോഷൻ അറ്റ് ദ സെയിം ടൈം? എങ്ങനെയാ? യെസ്. അതിൻ്റെ ആൻസർ എന്താണ്? യെസ് എന്നാണ്. എങ്ങനെയാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക? അതെ, അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും റിലേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളങ്ങനെ റിലേറ്റീവ് ടു എന്ന് പറയുന്ന ആ ബോഡിയെ നമ്മൾ റെഫറൻസ് ബോഡി എന്നാണ് പറയുക. ഒരു റെഫറൻസ് ബോഡി അനുസരിച്ചാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ വരുന്നതും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വരുന്നതും. ഓക്കെ, ഇപ്പോൾ എർത്തിൽ നമ്മൾ അല്ലേ, നമുക്ക് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലാണ്. പക്ഷേ മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? എർത്തിൻ്റെ കൂടെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിലേറ്റീവാണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും. അപ്പോൾ നമ്മൾ പറയേണ്ടത് ക്യാൻ. ഓക്കെ, ഒരു ബോഡിക്ക് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലും സ്റ്റേറ്റ് ഓഫ് മോഷനിലും ഇരിക്കാൻ പറ്റും. ദേ ആർ ഓൺലി റിലേറ്റീവ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്റ്റേറ്റ് ഓഫ് മോഷനിലും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ ഗ്രാഫ് വരയ്ക്കാൻ പറയും. അതായത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, 3rd ചാപ്റ്ററിലെ ഫസ്റ്റ് ചോദ്യം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും കാണിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ പൊസിഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ടൈം നമ്മൾ എക്സ് ആക്സിസിലും പൊസിഷൻ നമ്മൾ വൈ ആക്സിസിലും എടുക്കുന്നു. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പൊസിഷൻ മാറുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക അല്ലേ? ഒരു പാരലൽ ലൈൻ, പാരലൽ ടു ദ ടൈം ആക്സിസ്. ഒരു സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫായി. നോക്കിയില്ലേ? ഓക്കെ, ഇനി സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെങ്കിലോ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കണം അല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ വരയ്ക്കാം. ഒരു ഇൻക്ലിനേഷൻ കൊടുത്തിട്ട്, ഒരു ചരിവ് കൊടുത്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഇനി കർവ്ഡ് ആണെങ്കിലും പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, കർവ്ഡ് ആണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഇനി അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം സ്റ്റേറ്റ് ഓഫ് മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? പാരലൽ ആവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ഏതൊരു ആംഗിളിലും യു ക്യാൻ ഡ്രോ എ ലൈൻ ദാറ്റ് റെപ്രസെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ക്യാൻ ബി കർവ്ഡ് ഓൾസോ. കർവ്ഡ് ആയാലും മോഷൻ തന്നെയാണ്, പൊസിഷൻ മാറിയാൽ മതി. ഓക്കെ, ഇനി മോഷൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആണ്. അങ്ങനെയുള്ള മോഷൻ നമ്മൾ പറയും വൺ ഡയമെൻഷണൽ മോഷൻ എന്നാണ് പറയുക. ഇവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ. ഒന്നുകിൽ എക്സ് ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ സെഡ് ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ബോഡി മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണെങ്കിൽ, ഇപ്പം നമ്മുടെ ബ്ലാക്ക് ബോർഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻ എ പ്ലെയിൻ എന്നാണ് പറയുക. അങ്ങനെ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുക 2 ഡയമെൻഷണൽ മോഷൻ എന്നാണ് പറയുക.
ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ക്യാരം ബോർഡിൻ്റെ മുകളിൽ ക്യാരംസ് കോയിൻ മൂവ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, സർക്കുലർ മോഷൻസ് എല്ലാം ക്ലിയർ 2 ഡയമെൻഷണൽ മോഷനാണ്. പ്രൊജക്റ്റൈൽ മോഷൻ 2 ഡയമെൻഷണൽ മോഷനാണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. എന്തുമാത്രം നോക്കിയാൽ മതി, അവിടെ 2 വേരിയബിൾ മാറുന്നില്ലേ നോക്കുക. ഒന്നുകിൽ എക്സും വൈയും മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ എക്സും സെഡും മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ വൈയും സെഡും മാറുന്നുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയിനിലായിരിക്കും ആ ബോഡി മൂവ് ചെയ്യുന്നത്. ഇനി അതിന് പകരം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബട്ടർഫ്ലൈ മൂവ് ചെയ്യുന്നു അല്ലേ, ഒരു ബട്ടർഫ്ലൈ മൂവ് ചെയ്യുന്ന പോലെ തോന്നിയ പോലെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സ് മാറുന്നുണ്ട്, വൈ മാറുന്നുണ്ട്, സെഡും മാറുന്നുണ്ട്, 3 കോർഡിനേറ്റ്സും മാറുന്നുണ്ട്. അതായത് അത്തരം മോഷൻ നമ്മൾ, അതായത് ആ ബോഡി മൂവ് ചെയ്യുന്നത് ഒരു സ്പേസിലാണ്. അത്തരം മോഷൻ നമ്മൾ പറയുക 3 ഡയമെൻഷണൽ മോഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയാനുള്ള റീസൺ ഇവിടുന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും സിറ്റുവേഷൻ തരും, എന്നിട്ട് അത് ഏത് ഡയമെൻഷണൽ മോഷൻ ആണെന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം നോക്കൂ, രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേറ്റ് ഇൻ ദ ഫോളോയിങ് കേസസ് വെദർ ദ മോഷൻ ഈസ് 1, 2 or 3 ഡയമെൻഷൻ. താഴെ കൊടുക്കുന്ന സിറ്റുവേഷൻ ഏത് ഡയമെൻഷനെ കാണിക്കുന്നു എന്നാണ് ചോദ്യം. എ ബട്ടർഫ്ലൈ ഫ്ലൈയിങ് അറൗണ്ട് എ ഫ്ലവർ. ഒരു പൂവിന് ചുറ്റും ഒരു ബട്ടർഫ്ലൈ മൂവ് ചെയ്യുന്നു. ബി എ ബസ് മൂവിങ് അലോങ് എ ലോങ് ആൻഡ് സ്ട്രെയിറ്റ് റോഡ്. ഒരു നേരെയുള്ള റോഡിലൂടെ ഒരു ബസ് മൂവ് ചെയ്യുന്നു. പെട്ടെന്ന് പറഞ്ഞൂടെ ബട്ടർഫ്ലൈയുടെ മോഷൻ. എന്താ ഉത്തരം വരിക? എന്താണ്? ബട്ടർഫ്ലൈ മൂവ് ചെയ്യുന്നത് 3 ഡയമെൻഷണൽ മോഷനാണ് അല്ലേ. അവിടെ 3 കോർഡിനേറ്റ്സും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ്, നേരെയുള്ള റോഡ്. അപ്പോൾ ഒറ്റ ഡയറക്ഷനിൽ, അതായത് ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അതെന്തായിരിക്കും? 1 ഡയമെൻഷണൽ മോഷൻ അല്ലേ. അപ്പോൾ ആൻസർ എന്താ നമ്മൾ പറയുക? എ 3 ഡയമെൻഷണൽ മോഷൻ, ബി പാർട്ടിൻ്റെത് 1 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ഇനി നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന 1-2 ടേംസ് ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ 2 ക്വാണ്ടിറ്റികൾ നമ്മൾ ഇതിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള 2 ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിഫറൻസ് നോക്കൂ, ആൻസറായിട്ട് നോക്കൂ. മാർക്സ് 2 കോളംസിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ടേബിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ബോഡി യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്ന പാതയുടെ നീളത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. അതായത് എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോയാലും ആ എല്ലാ നീളവും, എല്ലാ ദൂരങ്ങളും, എല്ലാ പാത്തും നമ്മൾ മെഷർ ചെയ്യണം. അങ്ങനെ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി പാത്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയാം. അതേ ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് നേരെ ഒറ്റ വര ഫൈനൽ പൊസിഷനിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ലെങ്ത് ഷോസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവാം. അതുകൊണ്ട് തന്നെ അതിനൊരു ഡെഫിനിറ്റ് ഡയറക്ഷൻ ഇല്ല, ആ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ബട്ട് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷൻ ഉണ്ട്. ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് നമ്മൾ നേരെ വരയ്ക്കുന്ന ഒറ്റ ലൈനാണ് എന്തിനെ കാണിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ബോഡി സഞ്ചരിക്കുന്നതിനനുസരിച്ച് പാത്ത് ലെങ്ത് എപ്പോഴും കൂടിയിട്ടേ വരുള്ളൂ. അതെങ്ങനെ വളഞ്ഞിരിഞ്ഞ് പോയാലും അതിനനുസരിച്ച് പാത്ത് ലെങ്ത് എപ്പോഴും കൂടുകയാണ് ചെയ്യുക, ഒരിക്കലും കുറയില്ല. അതുകൊണ്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഓൾവേസ് പോസിറ്റീവ്. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പം അത് ഫോർവേഡ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ പോസിറ്റീവായിട്ടാണ് നമ്മൾ പറയുക. ഇനി ഒരു ബോഡി കറങ്ങി തിരിഞ്ഞ് ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ വന്നാലോ, ആ ബോഡിയുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒന്നായില്ലേ. അപ്പം എന്തായിരിക്കും? 0. ഇനി ഇനീഷ്യൽ പൊസിഷൻ്റെ ബാക്കിലോട്ട് പോവുകയാണെങ്കിലോ,
അതായത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്കോട്ട് പോവുകയാണെങ്കിലോ നെഗറ്റീവായിട്ട് വരും അല്ലേ. ചെറുതെന്ന് വലുതല്ലേ നമ്മൾ കുറയ്ക്കുക, അപ്പം നെഗറ്റീവായിട്ട് വരും. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിറ്റീവ് ആവാം, സീറോ ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, ഈ ഡിഫറൻസസ് അതുപോലെ അങ്ങ് പഠിച്ചു വയ്ക്കുക കേട്ടോ. നോട്ടിലേക്ക് എഴുതിയെടുക്കുക, അതുപോലെ അങ്ങ് പഠിക്കുക. ഫോർത്ത് വൺ, എ പാർട്ടിക്കിൾ മൂവ്സ് എലോങ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് മൂവ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ഈച്ച് കേസ്. ഇപ്പോൾ താഴെ കൊടുക്കുന്ന ഒരു ഡയഗ്രം കണ്ടില്ലേ, ആ ഡയഗ്രത്തിൽ എ ബി സി എന്ന് പറഞ്ഞ രീതിയിൽ പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ആ പാർട്ടിക്കിൾ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കേസിലും നിങ്ങൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. ഏതൊക്കെയാണ്? എ ഫ്രം എ ടു സി, ബി ഫ്രം എ ടു ബി, സി ഇൻ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കാണുമ്പോൾ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും നോക്കുക. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയേ. ഇനി ആൻസർ നോക്കൂ. ഇപ്പോൾ ആദ്യത്തെ കേസ് എ ഫ്രം എ ടു സി. അപ്പോൾ ഒരു സെമി സർക്കിളാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ചുറ്റളവിൻ്റെ പകുതി ചുറ്റളവാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 2πr ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു πr. ഇനി ഡിസ്പ്ലേസ്മെൻറ്റോ? ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള നേരെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് ഡയമീറ്റർ അല്ലേ. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2r എന്നാണ് വരിക അല്ലേ. അപ്പോൾ ആൻസർ 2r. ഇനി ബി പാർട്ട് നോക്കൂ. ഫ്രം എ ടു ബി, അവിടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതായത് ചുറ്റളവിൻ്റെ 4/1 ഭാഗം മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അല്ലേ. അപ്പോൾ 2πr/4 എന്ന് പറയുമ്പോൾ πr ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോഴോ, നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് നേരെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീളം എന്താണോ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതെന്താ വരുന്നത്? ആക്ച്വലി ഹൈപ്പോട്ടന്യൂസ് ആയിട്ടല്ലേ വരിക അല്ലേ. അവിടെ രണ്ട് സൈഡും റേഡിയസ് r ആണ് വരിക. ആ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ √r² പ്ലസ് r² ഈക്വൽ ടു √2r² ഈക്വൽ ടു √2r എന്നാണ് വരിക. ഇനി തേർഡ് പാർട്ട് സി പാർട്ട് നോക്കൂ. നമ്മളോട് ചോദിക്കുന്നത് ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്നാണ്. കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആർ സെയിം. അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ടു ചുറ്റളവ് എന്നാണ് വരിക അല്ലേ. ദാറ്റ് ഈസ് 2πr. ഡിസ്പ്ലേസ്മെൻറ്റോ? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഒന്നാണെങ്കിൽ 0 എന്നല്ലേ വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 എന്ന് വരും. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതൊന്ന് എഴുതിയെടുക്കുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇപ്പം നമുക്ക് നേരത്തെ തന്ന പ്രോബ്ലത്തിൽ എന്താണ്? ഒന്നുകിൽ പകുതി അല്ലെങ്കിൽ കാൽഭാഗം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ തരികയെന്ന് വിചാരിക്കൂ. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഒരു വൃത്തത്തിൻ്റെ പരിധിയിലൂടെ ഇത്ര ആംഗിളിൽ ആ ബോഡി ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ആ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതിനുള്ള ഇക്വേഷനാണ് 2r sin θ/2. അപ്പോൾ അവിടെ ആംഗിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആംഗിൾ 120 തരികയാണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2r sin 120 ഡിവൈഡ് ബൈ 2. അപ്പോൾ sin 60 എത്രയെന്ന് നോക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് അങ്ങനെ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ടായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറയുക. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി. എന്താണ്? 2r sin θ/2. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ദ പോയിന്റ് P ഓൺ എ വീൽ ഓഫ് റേഡിയസ് r ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഗ്രൗണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പോയിന്റ് P വീൽ റോൾസ് എ ഹാഫ് റെവല്യൂഷൻ. ചോദ്യം ക്ലിയർ ആയോ? അതായത് ആ തന്നിട്ടുള്ള ഡയഗ്രത്തിൽ ഒരു വീല് കാണിച്ചിട്ടുണ്ട്. ആ വീലിൻ്റെ റേഡിയസ് r ആണ്. അതിലെ ഒരു പോയിന്റ് P. നൗ ഇറ്റ് ഈസ് ഓൺ ടച്ച് വിത്ത് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോയിൻ്റാണ് P.
ഒരു ഹാഫ് റെവല്യൂഷൻ ഒന്ന് പകുതി കറങ്ങിക്കഴിഞ്ഞാൽ ആ പോയിന്റ് പിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു പകുതി കറങ്ങിക്കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്യുന്ന ദൂരം എത്രയായിരിക്കും? പകുതിയാണ് കറങ്ങുന്നത് അല്ലേ? അപ്പോൾ ചുറ്റളവിൻ്റെ പകുതിയല്ലേ വരിക? πr ആയിരിക്കും അവിടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇനി നമ്മളോട് ചോദിച്ചത് ആ പി എന്ന് പറയുന്ന പോയിന്റ് കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ്. അപ്പോൾ മാഷ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ പി എന്ന് പറയുന്ന പോയിന്റ് ഒരു പകുതി കറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് വരും. ആ നേരെ മുകളിലേക്ക് വരുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ദൂരം മൂവ് ചെയ്തിട്ടുണ്ട്. എത്ര ദൂരത്തിലാണ് മൂവ് ചെയ്തത്? πr ദൂരത്തിൽ. അപ്പോൾ നോക്കൂ, നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ആ ട്രയാങ്കിളിൽ പിയിൽ നിന്ന് പി ഡാഷിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഡയറക്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് എത്രയാ? √πr സ്ക്വയർ പ്ലസ് 2r ഹോൾ സ്ക്വയർ. രണ്ടിനും ഒന്നിച്ചാണ് സ്ക്വയർ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ r എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ √π² പ്ലസ് 4 എന്ന് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 6th വൺ. അടുത്ത ചോദ്യം നോക്കൂ. എ കാർ ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് r. A. What is the distance travelled in one revolution? B. What is the displacement in one revolution? ഒരു കാറ് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിലൂടെ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് ഡ്യൂറിങ് വൺ റെവല്യൂഷൻ? ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തുടങ്ങിയവിടെ തന്നെ തിരിച്ചെത്തി. അതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം ഒന്ന് നോക്കുക കേട്ടോ. അതേ ഉത്തരം തന്നെയാണ് ഇവിടെയും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 7th വൺ. ഫോർ എ മൂവിങ് ബോഡി ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഡാഷ്. എല്ലാ ബോഡിക്കും, ചലിക്കുന്ന ബോഡിക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡാഷ്. എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എ. ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ബി. ലെസ് ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. സി പാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്ങനെയായിരിക്കും വരിക? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ഓഫ് ദി പാത്താണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ഒന്നുകിൽ തുല്യം എന്ന് വരും. അതായത് നേരെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലെങ്ത് ഓഫ് ദി പാത്തും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും തുല്യമായിട്ട് വരും. അല്ല എങ്കിൽ എല്ലായ്പ്പോഴും പാത്ത് ലെങ്ത് ആണ് കൂടുക. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? റൈറ്റ് ആൻസർ ഏതാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ലേ വരിക. ഇതേ ചോദ്യം തന്നെ വേറെ രീതിയിലും ചോദിക്കാം. അതാണ് 8th വൺ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ മൂവിങ് ബോഡി ഈസ് ഓൾവേസ്, എല്ലായ്പ്പോഴും എന്നാണ് പറയുന്നത് കേട്ടോ. ഓൾവേസ് ഡാഷ്. എ. ഈക്വൽ ടു 1. ബി. ഗ്രേറ്റർ ദാൻ 1. സി. ലെസ് ദാൻ 1. ഡി. ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1. എന്താ വരിക? നേരത്തെ പറഞ്ഞു അല്ലേ? ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും. അപ്പോൾ എങ്ങനെയാ റേഷ്യോ വരുന്നുണ്ടാവുക? ഡിസ്റ്റൻസ് മുകളിലല്ലേ പറഞ്ഞത്, അപ്പം അവിടെയല്ലേ വലിയ ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് വരിക. അപ്പോൾ അതല്ലേ ആൻസർ? ഡി പാർട്ട് അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് ആൻസർ വരിക. 9ാമത്തെ ചോദ്യം നോക്കൂ. ലുക്ക് അറ്റ് ദ ഫിഗർ A and B. Look at the graph in figure A and B carefully and state which of these can't possibly represent one-dimensional motion with reason. അതായത് താഴെ കൊടുത്തുള്ള 2 ഗ്രാഫ് നന്നായിട്ട് നോക്കുക. എന്നിട്ട് അതിൽ ഏതിന് 1-dimensional മോഷനെ കാണിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഫിഗർ A ആൻഡ് B രണ്ടും പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ ചാപ്റ്ററിൽ കുറേ ഗ്രാഫുകൾ വരും. അപ്പോൾ മാഷ് ഗ്രാഫിൻ്റെ മാത്രമായിട്ടൊരു ക്ലാസ് വേറെ തന്നെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കൂ. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് പറയാവുന്ന കാര്യമാണ്. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? അതിൽ ഫിഗർ എ പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ അറിയാമല്ലേ, ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് കാരണം ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ 2 പൊസിഷൻ അത് പോസിബിൾ ആണോ?
ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഒരു ബോഡിക്ക് ഒരു ടൈമിൽ തന്നെ രണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അതേപോലെ തന്നെയല്ലേ ഫിഗർ ബിയിലും അല്ലേ, ഒരു ടൈമിൽ തന്നെ പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലും അതിന് പൊസിഷൻ വരുന്നുണ്ട്. അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ആൻസർ എങ്ങനെയാണ് പറയുക? ബോത്ത് ദ ഗ്രാഫ്സ് ഡു നോട്ട് റെപ്രസെൻറ്റ് വൺ ഡയമെൻഷണൽ മോഷൻ ബിക്കോസ് ഫോർ എ മൂവിങ് ബോഡി two positions at the same time is impossible. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നോക്കുക, ഒരേ ടൈമിൽ രണ്ട് ക്വാണ്ടിറ്റി, രണ്ട് വേരിയബിൾ വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, അതിൻ്റെ വേറൊരു വേർഷനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 10th ക്വസ്റ്റ്യൻ. Graph representing the motion of two bodies are shown below. State with reason whether it can represent one-dimensional motion. ഓക്കെ, അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ രണ്ട് ഗ്രാഫുകൾ വൺ ഡയമെൻഷണൽ മോഷനെ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് നോക്കൂ. ഫസ്റ്റ് വൺ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അവിടെ മാഷ് നേരത്തെ പറഞ്ഞു ഒരു ടൈമിൽ ഒരേ വേരിയബിളിന് രണ്ട് പോയിന്റ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇവിടെ വെലോസിറ്റിക്ക് നോക്കിയേ, ഒരേ ടൈമിൽ തന്നെ പോസിറ്റീവ് വാല്യൂ വരുന്നുണ്ട്, നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഇംപോസിബിൾ അല്ലേ. ദെൻ രണ്ടാമത്തെ ഗ്രാഫ് നോക്കൂ. പാത്ത് ലെങ്ത്തും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. പാത്ത് ലെങ്ത്ത് എപ്പോഴെങ്കിലും ടൈം അനുസരിച്ച് കുറഞ്ഞു വരുമോ? ഇല്ല, എല്ലായ്പ്പോഴും കൂടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ രണ്ടാമത്തെ പോർഷൻ കണ്ടില്ലേ, താഴത്തോട്ടാണ് വരുന്നത്. അപ്പം അത് ഇമ്പോസിബിളാണ്. പാത്ത് ലെങ്ത് എന്തേ ചെയ്യൂ? എപ്പോഴും ടൈം അനുസരിച്ച് മുകളിലോട്ട് മാത്രമേ പോകൂ, കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ നമ്മളെങ്ങനെ പറയാം? ഒന്നാമത്തേൻ്റെ കനോട്ട് റെപ്രസെൻറ്റ് വൺ ഡയമെൻഷണൽ മോഷൻ ബിക്കോസ് വെലോസിറ്റി കനോട്ട് ഹാവ് ടു വാല്യൂസ് അറ്റ് ദ സെയിം ടൈം. ഇനി രണ്ടാമത്തേനോ കനോട്ട് റെപ്രസെൻറ്റ് വൺ ഡയമെൻഷണൽ മോഷൻ ബിക്കോസ് പാത്ത് ലെങ്ത് cannot be decreased with time. ഒരിക്കലും പാത്ത് ലെങ്ത് എന്ത് ചെയ്യില്ല? സമയം അനുസരിച്ച് കുറഞ്ഞു വരില്ല. ഓക്കെ, കൂടുക മാത്രമേ ചെയ്യൂ. ക്ലിയർ? അപ്പോൾ ഇത്രയും ചോദ്യത്തിൽ നമ്മൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.